അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഴയ പോലെ തന്നെ നമ്മളെ അപ്ഡേഷൻസൊക്കെ ഒന്ന് കാണിക്കാനൊന്ന് വന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും മഴയും കാര്യങ്ങളാണ്. നമുക്ക് നല്ലൊരു സുഖമാണ്. പക്ഷേ മീനുകൾക്ക് അങ്ങനെയല്ല, അസുഖവും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ മാക്സിമം കെയറിങ്ങും കാര്യങ്ങളും കൊടുക്കണം. ഈ വെയിലും മഴയും ഇങ്ങനെ മാറി മാറി കളിക്കുന്ന കൊണ്ട് തന്നെ നമുക്ക് ഫിഷുകൾക്ക് മാക്സിമം അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വാട്ടർ ചേഞ്ചും ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുക. ഇത് നമ്മളെ ബ്ലാക്കാണ്, ബ്ലാക്കിൻ്റെ ബാച്ചാട്ടോ. അതിൽ 2 ബാച്ച് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇറങ്ങിയ ബാച്ചുണ്ട്, അത് നിങ്ങൾക്ക് വലിപ്പ വ്യത്യാസം കണ്ടാൽ അറിയാം. സെക്കൻഡ് ഇറങ്ങിയ ബാച്ചുണ്ട്. പിന്നെ ഞാൻ ബ്രൂഡിനെ ജസ്റ്റ് ചെയ്ത് അതേമാതിരി ഒരു കേജിലിട്ട് വെച്ചാണ്. ഇവർ മക്കളെ കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ബ്രൂഡാണ്. ഒരു ട്രയോ വരുന്നുള്ളത്, അതിലൊരു ഫീമെയിൽ ഡെഡായി പോയി. ഇനിയും ബാച്ച് ഇറങ്ങും, 2 ബാച്ചും കൂടി നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ അതിലൊക്കെ നമ്മളെ ഓരോരോ വെറൈറ്റീസാണ്. ഇതിൽ നമ്മളെ യെല്ലോ പിങ്ക് കേട്ടോ, യെല്ലോ പിങ്കിൻ്റെ വൈഡ് ടൈൽ. ഇങ്ങനെ കേജിലിടുന്നതുകൊണ്ട് നല്ല ഗുണമുണ്ട്. നിങ്ങൾക്ക് മക്കളിറങ്ങും ചെയ്യും. ഇതൊന്നും തന്നെ അവർ മക്കളിറങ്ങിയ വെള്ളത്തിൽ നിന്ന് വേഗം പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. പിന്നെ ഇത് നമ്മളെ ചില്ലി മൊസൈക്കിൻ്റെ ലൈനേജ്. ചില്ലി മൊസൈക്കിന് നല്ലൊരു ലൈനേജാണ്. ഇത് അവരും അതേമാതിരി തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വേറെ ബാച്ചുണ്ട്, ഇതിന് മുന്നേ ഇറങ്ങിയ ബാച്ചുണ്ട്. പിന്നെ നമ്മളെ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഹാഫ് മൂണാണ്. അതും നമുക്ക് ബാച്ചസ് ഇറങ്ങിയിട്ടുണ്ട്, വേറെ ബാച്ചസും ഉണ്ട്. പിന്നെ അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്ന മെറ്റൽ വൈറ്റ് റോസ്റ്റ് ചെയ്യില്ല കേട്ടോ. കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താവുമെന്നുള്ളത്. സ്റ്റേബിളായാൽ ഓക്കെയാണ്. പിന്നെ ഇത് നമ്മളെ റെഡ് ബലൂൺ പ്ലാറ്റീസ് കേട്ടോ. ഇവന്മാരെ കുഞ്ഞുങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അതിലൊരു ബാച്ച് തന്നെയാണിത്. പിന്നെ നമ്മളെ റോസ്റ്റ് ചെയ്യലാണ്, മെറ്റൽ റോസ്റ്റ് ചെയ്യലാണ്, മെറ്റൽ റെഡ് റോസ്റ്റ് ചെയ്യൽ. അത് നമുക്ക് സെയിലായതിൻ്റെ ബാക്കി ഇവിടെ കിടന്ന പീസാണ്. അതേപോലെ തന്നെ ജപ്പാൻ ബ്ലൂട്ടയിലും ഇതൊക്കെ സെയിലായി പോയതിൻ്റെ ബാക്കിയാണ്. ഇത് നമ്മൾ ഐവറി പർപ്പ് മോസേക്ക്, അതും നമ്മൾ വലിപ്പമുള്ള തന്നെ സോർട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പീസസാണ്. ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ ചില്ലി മൊസൈക്കിൻ്റെ ഫസ്റ്റ് ബാച്ച് കേട്ടോ. ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ, ഏകദേശം 2 മാസം ആവുന്നുള്ളൂ. അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അത് നമ്മൾ സെയിലിനാവും, 1 മാസം കൂടി കഴിഞ്ഞാലാവും. അതേപോലെ തന്നെ നമ്മളെ ബ്രൂഡ് സ്റ്റോക്കിൻ്റെ അടുത്തുനിന്ന് പിടിച്ചു മാറ്റിയ മക്കളാട്ടാ റെഡ് ബലൂൺ പ്ലാറ്റീൻ്റെ. അത്യാവശ്യം ഏകദേശം 210 പീസ് കയ്യിലുണ്ട്, സ്റ്റോക്കുണ്ട്. നല്ല മക്കളെ കിട്ടും കേട്ടോ. യുവമാർക്ക് ഈ സ്പേസ് പോരാ, അത്യാവശ്യം കൂടുതൽ സ്പേസ് നമ്മൾ കൊടുക്കണം. പിന്നെ സ്ഥലപരിമിതി കാരണം ഇങ്ങനെ ആക്കിയതാണ്. പിന്നെ ഇത് നമ്മളെ പ്ലാറ്റിനം ഡംബോൻ്റെ ഹാഫ് മൂൺ ലൈൻ കേട്ടോ. ഞാനുണ്ട്, ക്വാളിറ്റി അടിപൊളിയല്ലേ. ഇതും നമ്മൾ പറഞ്ഞ മാതിരി തന്നെ കേജ് ഇങ്ങനെ ഇട്ട് വളർത്തുന്നുണ്ട്. നമുക്ക് 2-3 ബാച്ചൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പം 2 ദിവസം മുന്നേ ഇറങ്ങിയ ബാച്ചിലെ കുട്ടിയാണ്, ഫോക്കസ് ആവുന്നില്ല കേട്ടോ. പിന്നെ ഇത് നമ്മളെ ഏഞ്ചൽസ് റെഡ് ഡെവിൽ. പിന്നെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ നമ്മൾ പുതിയൊരു ലൈൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ നല്ല ഡോർസലൊക്കെ വരുന്നതായി, അത്യാവശ്യം നല്ല ഡോർസലൊക്കെ വരുന്നതായിട്ടാണ്. ബ്രീഡിങ്ങിന് എടുത്താണ്. ഇതിന് മുന്നേ നമ്മളടുത്ത് ലൈനേജ് ഉണ്ടായിരുന്നു. ആ ലൈനേജ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് അത്യാവശ്യം മക്കളെ കിട്ടുന്ന ഐറ്റാണ്. കാരണം ഡാർക്ക് നൈറ്റ് ഓൾറെഡി എല്ലാവർക്കും അറിയാം, മക്കളെ കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇവർ സെമി അഡൽട്ട് സ്റ്റേജാണ്, ഇനി ഒന്ന് ഉഷാറായി വരണം. പിന്നെ ഈ അക്കുറത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ
ഷിഫ്റ്റ് ചെയ്താണ് സൈസ്. എക്കോടത്തിലിടുന്ന സൈസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രിഡ്ജേസിലേക്ക് മാറ്റിയാണ്. പിന്നെ ഇത് നമ്മളെ യെല്ലോ പിങ്കുവിൻ്റെ ബാച്ചാണ് കേട്ടോ. ഇത് പിന്നെ നമ്മളെ ഹാഫ് മൂൺ ഡ്രാഗൺ ഡാർക്ക് നൈറ്റ് മാതിരി തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ. പക്ഷേ അത് അറിയുന്നവർക്കേ മനസ്സിലാവും. പക്ഷേ ഡാർക്ക് നൈറ്റിനെക്കാട്ടി കുഞ്ഞുങ്ങളെ കിട്ടും കേട്ടോ. അത് കുറച്ച് ആൽഗയെ പിടിച്ചുപോയി. ഇതിൽ മറ്റേതാണ് നമ്മളെ മെറ്റൽ റെഡ് ആൽബിനോ മെറ്റൽ റെഡ് റോസ്റ്റേലാണ്. പക്ഷേ ആൽബിനോ പിടിച്ചുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല. ഒരു 10 പേരിനടുത്തേക്കൊക്കെ ചാൻസ് ഉള്ളൂ കാണാൻ. പിന്നെ അതിൽ മിൽക്കി വൈറ്റ് ആണ്. ഇതും ആൽഗയെ പിടിച്ചുകൊണ്ട് കാണുന്നില്ല. ഇതും മിൽക്കി വൈറ്റ് ആണ്. കുറഞ്ഞ പേസ് കൊടുക്കാനുണ്ട്. ഇത് നമ്മുടെ യെല്ലോ പിങ്കും അത്യാവശ്യം മക്കളെ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. യെല്ലോ പിങ്കുവിൻ്റെ ബാച്ചാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മെറ്റൽ വൈറ്റ് നമ്മൾ സ്റ്റേബിളാക്കാൻ നോക്കുന്നത്, അതിൻ്റെ ഒരു 3ാമത്തെ ബാച്ചാട്ടോ. നമ്മളെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കാണിച്ച HP റെഡ് റോസിൻ്റെ ലാസ്റ്റ് ബാച്ച്. ഇതിൽ ഏകദേശം 2 മെയിലും 3 മെയിലും പിന്നെ അതേപോലെ ഒരു 8 ഫീമെയിലോ അങ്ങനെ എന്തോ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം സോൾഡ് ഔട്ടായി. പിന്നെ ഓമാർക്ക് എപ്പോഴും ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മളെ വെൽവെറ്റ് ബ്ലാക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഓമാർക്ക്. അത് നമ്മൾ തായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഹാഫ് മൂൺ ഡ്രാഗൺ. ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് 2 ഫീമെയിലേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ മെയിലാണ് കിട്ടിയത്. അപ്പോൾ ഈ ബാച്ച് എന്തായാലും നമുക്ക് സെയിലാക്കാൻ പറ്റില്ല. ഇത് നമുക്ക് അടുത്ത ബ്രൂഡാക്കണം. പക്ഷേ മക്കൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ഐവറി പർപ്പിൾ മൊസൈക്ക് എല്ലാ വീഡിയോയിലും കാട്ടുന്ന സാധനം തന്നെയാണ്. പിന്നെ അത് നമ്മളെ ജപ്പാൻ ബ്ലൂട്ടൈലിൻ്റെ 3ാമത്തെ ബാച്ചാട്ടോ. ഫസ്റ്റ് വീഡിയോയിൽ കാട്ടിയൊക്കെ നമ്മൾ സോൾഡ് ഔട്ടാക്കി ജപ്പാൻ ബ്ലൂട്ടൈൽ. ഇത് 3ാമത്തെയാണ്. ഇതും കൂടി ഏകദേശം കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ടായി. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ. നമ്മൾ ഫസ്റ്റ് എടുത്ത ലൈനേജാണ്. കുറഞ്ഞ മക്കളെ കിട്ടിയിട്ടുള്ളൂ. മക്കളെ കിട്ടാൻ കുറച്ച് പണിയാണ് ഈ സാധനം. അതുകൊണ്ടാണ് ഇത് മാർക്കറ്റിൽ അങ്ങനെ ഹോൾസെയിൽ ഇല്ലാത്ത. മക്കളെങ്ങനെ കിട്ടില്ല. പിന്നെ നമ്മളിവിടേക്ക് ഏകദേശം ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ചാനലൊന്ന് സബ് ചെയ്യുക. നമ്മൾ സഹായിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം എല്ലാ വെറൈറ്റികളും നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തരും. ഓക്കെ. അപ്പോൾ നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.